നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഡിഗ്രി ലെവൽ മെയിൻ പരീക്ഷയുടെ എക്സാമിനേഷൻ ഡേറ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സബ് ഇൻസ്പെക്ടർ, വിമൻ സബ് ഇൻസ്പെക്ടർ, അസിസ്റ്റന്റ് ജയിലർ, സെയിൽസ് അസിസ്റ്റന്റ്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മുതലായ തസ്തികകൾക്ക് വേണ്ടിയിട്ടുള്ള മെയിൻ പരീക്ഷയാണ്. ഇപ്പോൾ ഡേറ്റ് എന്നൊക്കെയാണെന്ന് നോക്കാം. വിശദമായ സിലബസ്, ടൈം അടക്കം നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ചില പരീക്ഷയുടേത് രാവിലെയൊക്കെയാണ് ടൈം. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാം വിശദമായിട്ടൊന്ന് നോക്കാം. സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കാം. വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. Examination program for the main examinations of degree level post 2021. ബിരുദം, അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യതയായുള്ള തസ്തികകളുടെ തിരഞ്ഞെടുപ്പിനായുള്ള മുഖ്യ പരീക്ഷകൾ 2021 ഒക്ടോബർ 30, നവംബർ 13 എന്നീ തീയതികളിലായി നടത്തിയ പ്രാഥമിക പരീക്ഷകളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കപ്പെട്ട ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കായി രണ്ടാം ഘട്ട പരീക്ഷ. ഓരോ പോസ്റ്റായിട്ട് നോക്കാം. ആദ്യത്തേത് കാറ്റഗറി നമ്പർ 386/2019 ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ട്രെയിനി. ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. പരീക്ഷ വരുന്നത് നവംബർ മാസം 22 അപ്പോൾ ഡിഗ്രി ലെവൽ മെയിൻ പരീക്ഷയുടെ ആദ്യത്തെ പരീക്ഷ ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ആണ്. നവംബർ മാസം 22 മുതലാണ് നമ്മുടെ ഡിഗ്രി ലെവൽ മെയിൻസ് ആരംഭിക്കുന്നത് എന്ന് അർത്ഥം. ഇതിന്റെ അഡ്മിഷൻ ടിക്കറ്റ് നവംബർ 8 മുതൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. OMR രീതിയിലുള്ള പരീക്ഷയായിരിക്കും. മീഡിയം ഓഫ് എക്സാം ഇംഗ്ലീഷിലും അതുപോലെ നിങ്ങളുടെ ലാംഗ്വേജ് ഏതാണോ, നിങ്ങളുടെ മലയാളമാണോ, തമിഴാണോ, കന്നഡയാണോ അതിലും ഉണ്ടായിരിക്കും. 1 മണിക്കൂറും 30 മിനിറ്റും ആണ് പരീക്ഷയുടെ ദൈർഘ്യം. രാവിലെ 7:15 മുതൽ 9:15 വരെയാണ് പരീക്ഷ. ഓർക്കുക, സിലബസ് നിങ്ങളിവിടെ സിലബസ് എന്ന് കണ്ടില്ലേ, അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് സിലബസ് കിട്ടും. അപ്പൊ ഏതെങ്കിലും സിലബസ് വേണമെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഞാൻ പോസ്റ്റ് ചെയ്തേക്കാം. അപ്പോൾ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ആയിട്ട് എന്റെ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം, ജോയിൻ ചെയ്യുക. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും കൂടെ ഉണ്ട്, അതും കൂടെ ഒന്ന് കയറി ഫോളോ ചെയ്തേക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്താൽ മതി, അവിടെ ലിങ്ക് ഉണ്ടായിരിക്കും. ഓക്കെ, അടുത്തത് ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ട്രെയിനി. ഇത് ബൈ ട്രാൻസ്ഫർ ആണ്. ആംഡ് പോലീസ് ബറ്റാലിയൻ, അതിന്റെയും പരീക്ഷ 22/11/2022. OMR രീതിയിലുള്ളതാണ്. സിലബസിന് വേണ്ടിയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനി KCP, അപ്പോൾ ആ പരീക്ഷയും അന്ന് തന്നെയാണ്. അപ്പൊ സബ് ഇൻസ്പെക്ടറിന്റെ പരീക്ഷയെല്ലാം വരുന്നത് നവംബർ മാസം 22 സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, വിമൻ സബ് ഇൻസ്പെക്ടർ, പിന്നെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ്, ഇതിനെല്ലാത്തിനും വേണ്ടിയിട്ട് കോമൺ ടെസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അടുത്തത് സീനിയർ സൂപ്രണ്ട്, അസിസ്റ്റന്റ് ട്രഷറി ഓഫീസർ, സബ് ട്രഷറി ഓഫീസർ, കേരള ട്രഷറി സർവീസസ്, സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഫോർ SC/ST, സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ്. നവംബർ മാസം 23 പരീക്ഷ. നവംബർ 9 മുതൽ ഹാൾ ടിക്കറ്റ് ലഭ്യമായിരിക്കും. പരീക്ഷയുടെ സമയം രാവിലെ 7:15 മുതൽ 9:15 വരെ. സെക്ഷൻ ഓഫീസറിന്റെ പരീക്ഷയും അന്ന് തന്നെയാണ്. സിലബസ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ കിട്ടും. കോമൺ ടെസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ കോമൺ സിലബസും ആയിരിക്കും. അടുത്ത നവംബർ മാസം 24 അസിസ്റ്റന്റ് ജയിലർ ഗ്രേഡ് 1, സൂപ്രണ്ട് സബ് ജയിൽ, സൂപ്പർവൈസർ എക്സെട്ര. ഇതിന്റെ പരീക്ഷ വരുന്നത് നവംബർ 24 നവംബർ 10 മുതൽ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാം. സിലബസ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ കിട്ടും. അതുപോലെ ബൈ ട്രാൻസ്ഫർ കാറ്റഗറിയുടെയും പരീക്ഷ അന്ന് തന്നെയാണ്. പിന്നെ അസിസ്റ്റന്റ് ജയിലർ ബൈ ട്രാൻസ്ഫർ സ്റ്റേറ്റ് വൈഡ്. അപ്പോൾ ഈ പറയുന്ന 3 പോസ്റ്റും കോമൺ ടെസ്റ്റ് ആയിരിക്കും. അടുത്ത ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ആണ്. ഷെഡ്യൂൾഡ് ട്രൈബ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റില് നവംബർ മാസം 25 പരീക്ഷ. നവംബർ 11 മുതൽ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. രാവിലെ 7:15 മുതൽ 9:15 വരെ. അടുത്തത് എക്സൈസ് ഇൻസ്പെക്ടർ ട്രെയിനി. ഇതിന്റെ പരീക്ഷ വരുന്നത് നവംബർ മാസം 29 നവംബർ 15 മുതൽ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാം. എക്സൈസ് ഇൻസ്പെക്ടർ ട്രെയിനി ബൈ ട്രാൻസ്ഫർ നവംബർ 29 പരീക്ഷ. നവംബർ 15 മുതൽ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാം. ഈ 15ഉം 16ഉം സീരിയൽ നമ്പറിനുള്ളത് കോമൺ ടെസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കാം. അടുത്ത ജൂനിയർ റിസപ്ഷനിസ്റ്റ്, കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ്, ഡയറക്ട് റിക്രൂട്ട്മെന്റ്. നവംബർ മാസം 30 പരീക്ഷ വരുന്നത്. രാവിലെ 7:15 മുതൽ 9:15 വരെയാണ്. റിസപ്ഷനിസ്റ്റ് കം ടെലിഫോൺ ഓപ്പറേറ്റർ, ഇതിന്റെയും പരീക്ഷ നവംബർ 30 ഈ 2 തസ്തികകൾക്കും വേണ്ടിയിട്ട് കോമൺ ടെസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. 1 മണിക്കൂർ 30 മിനിറ്റ് ദൈർഘ്യമുള്ള പരീക്ഷ. രാവിലെ 7:15 മുതൽ 9:15 വരെ.
അടുത്തത് ഡിവിഷണൽ അക്കൗണ്ടന്റിൻ്റെതാണ് NCA കാറ്റഗറി. ഇതിന്റെ പേപ്പർ 1 എന്ന് പറയുന്ന ഡിസംബർ മാസം 8-ാം തീയതിയാണ്, തേഴ്സ്ഡേ. പേപ്പർ 2 ഡിസംബർ മാസം 8-ാം തീയതി തേഴ്സ്ഡേ. പിന്നെ പേപ്പർ 3 ഡിസംബർ മാസം 9-ാം തീയതി ഫ്രൈഡേ. ഡിസ്ക്രിപ്റ്റീവ് മോഡൽ അതുപോലെ പേപ്പർ 1-ന്റെയും പേപ്പർ 2-ന്റെയും പേപ്പർ 3-യുടെ ഒക്കെ മാർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പരീക്ഷയുടെ ദൈർഘ്യം ഓരോ പേപ്പറിനും 3 മണിക്കൂർ വീതമാണ്. ആദ്യത്തെ പേപ്പറിന്റെ ടൈം 9 മണി തൊട്ടാണ് തുടങ്ങുന്നത്. രണ്ടാമത്തേത് 1:30 മുതൽ, മൂന്നാമത്തേത് പിറ്റേ ദിവസം രാവിലെ 9 മണി തൊട്ട്. സിലബസ് കൊടുത്തിട്ടുണ്ട്. NCA കാറ്റഗറിയുടേതാണ്. കോമൺ ടെസ്റ്റ് ആയിരിക്കും ഇതിനെല്ലാം. അടുത്ത സെയിൽസ് അസിസ്റ്റന്റ്. ഇതിന്റെ പരീക്ഷ വരുന്നത് ഡിസംബർ മാസം 13-ാം തീയതിയാണ്. നവംബർ 29 മുതൽ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാം. സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് CBCID, അതിന്റെയും പരീക്ഷ ഡിസംബർ 13-നാണ്. സെയിൽസ് അസിസ്റ്റന്റ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ഹാൻഡിക്രാഫ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഡിസംബർ 13. അസിസ്റ്റന്റ് ഫിനാൻസ് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഫോർ SC/ST ഡിസംബർ 13. അതുപോലെ അസിസ്റ്റന്റ് ഓഡിറ്റർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് കേരള PSC, അതുപോലെ അഡ്വക്കേറ്റ് ജനറൽസ് ഓഫീസ് എക്സെട്ര, അതും ഡിസംബർ മാസം 13-ാം തീയതിയാണ്. സമയം ശ്രദ്ധിക്കുക, രാവിലെ 7:15 മുതൽ 9:15 വരെ. ഈ പറയുന്ന പോസ്റ്റുകൾക്കെല്ലാം കോമൺ ടെസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഏതിനൊക്കെയാണ്? നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, ഫിനാൻഷ്യൽ അസിസ്റ്റന്റ്, സെയിൽസ് അസിസ്റ്റന്റ്, സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ്, CBCID. ഓക്കെ. അടുത്തത് അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് നാഷണൽ സേവിംഗ്, ദ കേരള നാഷണൽ സേവിംഗ് സർവീസ് ബൈ ട്രാൻസ്ഫർ കാറ്റഗറിയും ഡയറക്ട് റിക്രൂട്ട്മെന്റും ഡിസംബർ മാസം 23-ന് ഡിസംബർ 9 മുതൽ ഹോൾ ടിക്കറ്റ് കിട്ടുന്നതായിരിക്കും. രാവിലെ 7:15 മുതൽ 9:15 വരെയാണ്. പിന്നെ അസിസ്റ്റന്റ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഡിസംബർ മാസം 27-ാം തീയതിയാണ്. ഡിസംബർ 13 മുതൽ ഹോൾ ടിക്കറ്റ് ലഭ്യമാകുന്നതായിരിക്കും. ഇതിന്റെ പരീക്ഷ രാവിലെ 10:30 മുതൽ 12:30 വരെയാണ്. അപ്പോൾ ഓരോന്നിന്റെയും ടൈം നോക്കുക, വ്യത്യാസമുണ്ട് കേട്ടോ. പിന്നെ ടൈപ്പിസ്റ്റ് ക്ലർക്ക് ഗ്രേഡ് 2 ഡിസംബർ 29-നാണ് പരീക്ഷ. ഡിസംബർ 15 മുതൽ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റിന്റെ പരീക്ഷയും ഡിസംബർ 29. അത് ഡയറക്ട് റിക്രൂട്ട്മെന്റ്, അതുപോലെ പാർട്ട് 1 ജനറൽ കാറ്റഗറി, പാർട്ട് 2 ഫിഷർമെൻ, പാർട്ട് 3 സൊസൈറ്റി കാറ്റഗറി. ഇതെല്ലാം ഡിസംബർ മാസം 29-നാണ്. കോമൺ ടെസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇനി ജൂനിയർ മാനേജർ ജനറൽ കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡ് ഡിസംബർ മാസം 30-നാണ് പരീക്ഷ വരുന്നത്. രാവിലെ 10:30 മുതൽ 12:30 വരെ ആയിരിക്കും പരീക്ഷ. ഓക്കെ. അപ്പോൾ ഇത്രയാണ് ഡിഗ്രി ലെവൽ മെയിൻസ് പരീക്ഷയിൽ വരുന്ന തസ്തികകൾ. ഓരോന്നിന്റെയും ഡേറ്റ് ശ്രദ്ധിക്കുക. നവംബർ 22 മുതലാണ് പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. പരീക്ഷയുടെ സമയവും നോക്കുക. അപ്പൊ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അറിയാത്തവർ കാണും. ഓക്കെ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് കയറി ക്ലിക്ക് ചെയ്തേക്കാം. ഓക്കെ. വീണ്ടും കാണാം.